പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാവലി സ്പെഷ്യലായി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മസാല റൈസ് അല്ലെങ്കിൽ മസാല പുലാവാണ്. വെജ് ബിരിയാണിയുടെയൊക്കെ ഒരു ലൈറ്റർ വേർഷനാണ് ഈ മസാല പുലാവ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, എളുപ്പം തയ്യാറാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് സ്പൈസസ് ഇട്ട് ഒന്ന് ചൂടാക്കുന്നു. അത് കഴിഞ്ഞ് 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചതച്ച് അതിലേക്ക് ചേർക്കുന്നു. അതുകൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 സവാള കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് ശകലം ഉപ്പുമിട്ട് ഇളക്കി വഴറ്റുന്നു. സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ തക്കാളി 1 ചതച്ചത് ചേർക്കുന്നു. തക്കാളി അരച്ച് പ്യൂരയാക്കേണ്ട കാര്യമില്ല, ചെറുതായി ഒന്ന് ചതച്ചെടുക്കുകയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അടുത്തതായി ചേർക്കുന്നത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 പിടി ഗ്രീൻ പീസ്, ചെറുതായി അരിഞ്ഞ 1 പൊട്ടറ്റോ, 2 ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ് എന്നിവയാണ്. ഇത് ചേർത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരല്പസമയം അടച്ചു വെച്ച് വഴറ്റുന്നു. വെജിറ്റബിൾസ് ഒക്കെ ഒരല്പം സോഫ്റ്റായി അടപ്പ് തുറന്ന് ഇളക്കുന്നു. ഇനി 1 കപ്പ് അരി 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് തോരാൻ മാറ്റി വെച്ചിരുന്നതാണ്. അത് ചേർത്ത് പുലാവിന് വേണ്ടത്ര ഉപ്പും പാകത്തിന് വെള്ളവും, 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഈ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ നിന്ന് വേവുമ്പോൾ വെള്ളം ഇറങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 കപ്പിന് പകരം 1.25 കപ്പ് വെള്ളം മാത്രം ചേർക്കുന്നത്. 2 കപ്പ് തികച്ച് ചേർത്താൽ ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെള്ളവും ചേർത്ത് ഉപ്പും മറ്റും പരുവമാണോ എന്ന് നോക്കി മല്ലിയിലയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നു. മീഡിയത്തിൽ താഴെ ലോവിൽ കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. വെന്ത് വെള്ളം വറ്റി എന്ന് തോന്നിയ സമയത്ത് ഞാനൊന്ന് തുറന്നു നോക്കി ഇളക്കി നോക്കുകയാണ്, ഒട്ടും കുഴഞ്ഞു പോവാതെ. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. വെജിറ്റബിൾസും അരിയും ഒരല്പം കൂടി വേവാനുമുണ്ട്. കുറച്ച് സമയം കൂടി അത് അടച്ചു വെച്ച് പാകം ചെയ്യുന്നു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം വറ്റി ചോറും വെജിറ്റബിൾസും പാകത്തിന് വെന്തു. അങ്ങനെ സ്വാദിഷ്ടമായ മസാല പുലാവ് അല്ലെങ്കിൽ മസാല റൈസ് തയ്യാറാണ്. തൈരൊക്കെ ചേർന്ന നല്ലൊരു റൈത്ത കൂടി ഉണ്ടെങ്കിൽ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.